ഹായ്. ഇംപ്രൂവ്മെന്റിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ ഫൈനൽ സ്റ്റേജിലായിരിക്കും മിക്കവരുടെയും കേസിൽ. തുടങ്ങാത്ത ആരെങ്കിലും ഇനിയെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മടിപിടിച്ചിരിക്കരുത് കേട്ടോ. ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ തന്നെ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഒത്തിരി കുട്ടികൾ പാടെന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ്. അത്ര പാടല്ല, പക്ഷെ ആക്ച്വലി പഠിച്ചെടുത്ത വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. സോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് റൊട്ടേഷൻ മോഷനിൽ നിന്നും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഒട്ടും സമയം കളയാനായിട്ടില്ല. അപ്പൊ വളരെ വേഗം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ്. സ്ഥിരം ചോദ്യമാണ്. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് റൊട്ടേഷണൽ മോഷന് മാസിന് തുല്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ കണ്ടുപിടിക്കുന്ന ഫോർമുല mr². എല്ലാവർക്കും അറിയായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ലോ ഉണ്ട്, 2 തിയറംസ് ഉണ്ട്. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. രണ്ടും നല്ലോണം നോക്കിക്കൊള്ളണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Second question, the moment of inertia of a thin rod of mass m and length l about an axis perpendicular to the rod and its midpoint is ml²/12. Find the moment of inertia of the rod about an axis perpendicular to it and passing through one end of the rod. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റോഡ്, തിൻ റോഡ് നമ്മുടെ കയ്യിലുണ്ട്. ഓഫ് ലെങ്ത് എൽ, ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ്. മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ആക്സിസ്. അവിടെ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ml²/12 ആണ്. അവിടെ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml²/12 ആണ്. എങ്കിൽ അനദർ ആക്സിസ്, അതിന്റെ എൻഡിൽ കൂടി പാസ് ചെയ്യുന്ന മറ്റൊരു പെർപെൻഡിക്കുലർ ആക്സിസ്, അവിടെ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് ചോദ്യം. കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏത് ലോ ആണ്? പാരലൽ ആക്സിസ് തിയറം. സോ പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ഇസ് ഈക്വൽ ടു ICM, അതായത് സെന്റർ ഓഫ് മാസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് mr² എന്നതാണ് ഫോർമുല. r എന്ന് പറഞ്ഞാൽ 2 ആക്സിസിലുള്ള ഡിസ്റ്റൻസ്. ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ ആ പകുതി 2 ആക്സിസിലുള്ള ഡിസ്റ്റൻസ് L/2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? L/2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ICM എന്ന സെന്റർ ഓഫ് മാസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ml²/2. സോ ml²/12 പ്ലസ് ml²/2 ന്റെ സ്ക്വയർ 4. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ml²/4 രണ്ടിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അങ്ങനെയെങ്കിൽ എന്ത് വരും? ml²/4 കോമൺ ആയിട്ട് പുറത്തെടുത്ത് ബാലൻസ് 12ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 3. സോ 1/3 പ്ലസ് 1/4 ഇവിടുന്ന് പോയി. സോ ഇനി 1 അവിടെ ബാലൻസ് ഉള്ളൂ. സോ സോൾവ് ചെയ്യുമ്പോൾ ml²/4 ഇൻറ്റു 4 ക്രോസ് ചെയ്യുമ്പോൾ 4/3 എന്ന് വരും. സോ ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആയി 1/3 ml² വിൽ ബി ദി ആൻസർ. 1/3 ml² will be the answer. വളരെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. Another question, a solid cylinder of mass 20 kg rotates about its axis with angular speed 100 radian per second. The radius of the cylinder is 0.25 meter. What is the kinetic energy associated with the rotation of the cylinder? What is the magnitude of angular momentum of the cylinder about its axis? നോക്കാം നമുക്ക്. സോ ഈ ക്വസ്റ്റ്യനിൽ സിലിണ്ടറിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തോളണം. NCERT-യില് ഒത്തിരി സ്ഫിയർ, റിങ്, സിലിണ്ടർ, റോഡ് ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ തന്നിട്ടുണ്ട്. ഡിസ്ക്, ഇവരുടെ എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസും തന്നിട്ടുണ്ട്, ഫോർമുലകൾ. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് ഇതുവരെ പഠിച്ചെടുക്കാത്ത കുട്ടികൾ ദയവ് ചെയ്ത് NCERT ടെക്സ്റ്റിനകത്തുള്ള ആ ടേബിൾ, അതിനകത്തുള്ള വാല്യൂസ് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. അപ്പൊ ഇവിടെ ഒരു സോളിഡ് സിലിണ്ടർ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണുന്ന ഫോർമുല ഇതിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഇസ് mr²/2 എന്ന് വരും. സോ I is equal to mr²/2. സോ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കി എഴുതി വെക്കുക. I is equal to mr²/2 ആണ്. അതാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ആംഗുലാർ സ്പീഡ് ഒമേഗ തന്നിട്ടുണ്ട് 100 റേഡിയൻ പെർ സെക്കൻഡ്. സോ ഒമേഗ is equal to 100 റേഡിയൻ പെർ സെക്കൻഡ്. പിന്നെയും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മാസ് എന്ന് പറയുന്നത് 20 kg. സോ m is equal to 20 kg. m is equal to 20 kg. ഇതെല്ലാം തന്നിട്ടുള്ള ഡേറ്റയാണ്. പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് is equal to 0.25 മീറ്റർ. അപ്പൊ മീറ്ററിൽ തന്നെയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനൊന്നും അവിടെ ഒന്നുമില്ല.
പിന്നെ എന്താ ചോദ്യം, വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. സോ കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. കൈനറ്റിക് എനർജി കാണണമെങ്കിൽ ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണം. സോ ഐ ഇസ് ഈക്വൽ ടു എം, മാസ് എത്രയും തന്നിട്ടുണ്ട് 20 ഇൻറ്റു റേഡിയസ് എത്രയും തന്നിട്ടുണ്ട് 0.25. സോ 0.25 ദി ഹോൾ സ്ക്വയർ ബൈ 2. സോ ഈ 2 ക്യാൻസൽ ആയിട്ട് ഇത് 10 എന്ന് വരും. 0.25 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 0.0625. ഇതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.625. സോ 0.625 എന്ന് നമുക്ക് അവിടെ ആൻസർ കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അത്രയും ജൂൾ സെക്കൻഡ് ആണ്. കാരണം ഇനർഷ്യ ആവുമ്പോഴത്തേക്കും യൂണിറ്റ് mr². സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇസ് ദി യൂണിറ്റ്. സോ ഐ നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി കാണുന്ന ഫോർമുല എന്താ, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഹാഫ് ഇൻറ്റു ഐ എത്രയെന്ന് കണ്ടുപിടിച്ചു 0.625 എന്ന് കണ്ടുപിടിച്ചു ഇൻറ്റു ഒമേഗ എത്രയും തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 100 എന്ന് തന്നിട്ടുണ്ട്. സോ 100 ഇൻറ്റു 100, കാരണം ഐ ഒമേഗ സ്ക്വയർ ആണല്ലോ. സോ സ്വാഭാവികമായിട്ടും ഈ 2ഉം ഈ 100ഉം വെട്ടിപ്പോവും, 50 എന്ന് വരും. ബാലൻസ് 0.625 ഇൻറ്റു 5 ഇൻറ്റു 10⁻³ അല്ലെ 1000. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3125 31.25. യെസ്, അത്രയും ജൂൾ എന്ന് കിട്ടും കൈനറ്റിക് എനർജി. സോ 31.25 ജൂൾസ് എന്നായിരിക്കും നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുക. 31.25 വന്നിട്ട് 3125 ജൂൾസ് എന്നായിരിക്കും നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുക. സോ അത് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഇത് 1000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 625 ആവും. പിന്നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3125 എന്ന് കിട്ടും. സോ അത്രയും ജൂൾസ്, അത്രയാണ് കൈനറ്റിക് എനർജി. ഇനി എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, അതിനകത്ത് കൈനറ്റിക് എനർജി മാത്രമല്ല വേറൊരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം, എല്ല് കൂടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ, എൽ കണ്ടുപിടിക്കാനായിട്ട് യു ക്യാൻ യൂസ് ദി ഫോർമുല ഐ ഒമേഗ. ഐ എത്രയും തന്നിട്ടുണ്ട്, ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.625 ഇൻറ്റു ഒമേഗ എന്ന് പറയുന്നത് 100. സോ ഇതിനെ 100 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 62.5 എന്ന് കിട്ടും. അത്രയും ഐയുടെ യൂണിറ്റ് എന്താ, ഐ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഇൻറ്റു ഒമേഗയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ പെർ സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ റേഡിയൻ പെർ സെക്കൻഡ് അങ്ങനെ എഴുതാം. അതിൽ ആക്ച്വലി ഒറ്റ യൂണിറ്റ് ഉണ്ട്, 62.5 ജൂൾ സെക്കൻഡ് എന്ന് എഴുതാം, ജൂൾ സെക്കൻഡ് എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് അതിനെ വേണമെങ്കിൽ മാറ്റിയും എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണോ യൂസ് ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ ജൂൾ സെക്കൻഡ് എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റ് എഴുതുക. അതാണ് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കുന്ന രീതി. അപ്പൊ ഇവിടെ എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. പക്ഷെ ഫോർമുല അറിഞ്ഞുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഫോർമുലകളൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് അവർ തന്നെ തരും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. Another question, starting from rest, a solid sphere rolls down an inclined plane of vertical height h without slipping. If m is the mass and r is the radius of the sphere, write an equation for moment of inertia of the sphere, of the above sphere about a diameter. Diameter kuda direct question aanu. ഡയമീറ്ററി കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയമീറ്ററി കൂടിയ ഒരാള് ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത്, ഒരു ഡയമീറ്ററി കൂടി ഒരു ആക്സസേ ഉള്ളൂ അതിനാകെ, ബട്ട് ഡയമീറ്ററി കൂടി തന്നെയാണ് പാസ് ചെയ്യുന്നത്. സോ ആ ഐ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2mr²/5. 2mr²/5. സോ ദാറ്റ് ഈസ് ദി ഫോർമുല, ഐ കാണാനുള്ള ഫോർമുല. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, പ്രൂവ് ദാറ്റ് ദ വെലോസിറ്റി with which the sphere reaches the bottom of the plane is 1.2 root gh എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പ്രൂഫ് ഒന്ന് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു സ്ഫിയർ ഒരു സർഫസിൽ നിന്ന് മുകളിലേക്ക് താഴേക്ക് ഉരുണ്ട് വരുന്ന കേസിൽ ഇവിടെ ഇരിക്കുമ്പോ അതൊരു h ഹൈറ്റിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ആ h ഹൈറ്റിൽ ഇരിക്കുമ്പോൾ, ഒരിടത്ത് വെറുതെ ഇരിക്കുമ്പോൾ എനർജി എന്താ, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അത് ഉരുണ്ട് താഴേക്ക് വരുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറും, കൈനറ്റിക് എനർജി ആയിട്ട് രൂപം മാറും. സോ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയും താഴെ എത്തുമ്പോഴുള്ള കൈനറ്റിക് എനർജിയും സെയിം ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ടെക്സ്റ്റിൽ പ്രൂഫ് വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ആദ്യം അപ്പൊ നമ്മൾ എഴുതുന്നു mgh, അതായത് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഒരു കൈനറ്റിക് എനർജി നമ്മുടെ ഒരു റോളിംഗ് കേസിൽ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് തരം കൈനറ്റിക് എനർജി ഉണ്ട്. അതായത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചു വെക്കാറുണ്ട്. ദാറ്റ് ഈസ് ½ mv² into 1 plus k² by r².
സോ ഇതാണ് റോളിംഗ് മോഷനിൽ നമ്മൾ ടോട്ടൽ കൈനറ്റിക് എനർജി കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല. ആ ഫോർമുലയാണ് നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. ഇവിടെ പലർക്കും ഡൗട്ട് വരുന്നത് ഈ കെ സ്ക്വയർ എവിടെ നിങ്ങൾ കണ്ടെത്തും എന്നുള്ളതാണ്. അത് വളരെ ഈസിയാണ്. നോക്കൂ, ഐ കാണുന്ന ഫോർമുല എന്താ? 2/5 mr² എന്നല്ലേ. അപ്പോ നമ്മുടെ റേഡിയസ് ഓഫ് ഡയറക്ഷൻ വരുമ്പോൾ ഫോർമുല എന്താ? I = mk² എന്നല്ലേ. നിങ്ങൾ നോക്കേണ്ടത് ഈ കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്തൊക്കെയുണ്ട്? എമ്മിന്റെ സ്ഥാനത്ത് എം ഉണ്ട്, ബാക്കി എന്തൊക്കെയുണ്ടോ അത് കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരാണ്. അതായത് കെ സ്ക്വയറിന്റെ സ്ഥാനത്താണ് അവിടെ 2/5r² കിടക്കുന്നത്. സോ കെ സ്ക്വയർ ഇവിടെ ഏതിന് ഈക്വൽ ആയിരിക്കും? 2/5r² ഈക്വൽ ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ അത്യാവശ്യമുള്ള ഇക്വേഷൻ. അപ്പൊ ഇത് നന്നായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിനകത്ത് ആരെയും കണ്ടുപിടിക്കേണ്ട? വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ വെലോസിറ്റി കണ്ടെത്തണമെങ്കിൽ എമ്മും ക്യാൻസൽ ചെയ്യാം. പിന്നെ ആരുള്ളത്? 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ, അപ്പൊ 2gh എന്ന് കിട്ടി. വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും. സോ ഡിവൈഡഡ് ബൈ 1 + k²/r² = v². സോ = 2gh divided by 1 plus kയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. k സ്ക്വയറിന്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 2/5r² divided by r². അപ്പൊ ഇതിലൊരു r² ഇതിലൊരു r² ക്യാൻസൽ ആയി. സോ വാട്ട് ഈസ് റിമൈനിങ്? v² = 2gh divided by 1 + 2/5. 1 + 2/5 ഇങ്ങോട്ട് കയറുമ്പോൾ 7/5. സോ യു ക്യാൻ റൈറ്റ് 7/5. ഈ 5 മുകളിലോട്ട് കയറുമ്പോൾ യു ക്യാൻ റൈറ്റ് 10gh divided by 7. കാരണം 5 കൂടെ മൾട്ടിപ്ലൈ ആവുമ്പോൾ 10 ആയി. 7 താഴെ ഓൾറെഡി നമ്മൾ എഴുതി. ദാറ്റ് ഈസ് v². നമുക്ക് കണ്ടുപിടിക്കേണ്ട v ആണ്. സോ v = √10/7gh. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേപോലെ കിട്ടും, 1.2 √gh എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി പ്രൂഫ്. അങ്ങനെയാണ് നമ്മൾ അത് പ്രൂവ് ചെയ്തെടുക്കുന്നത്. ടെക്സ്റ്റിൽ തന്നെ ഉള്ള ഒരു പ്രൂഫ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന തിയറംസ്. ഓക്കെ. Another question: if instead of sphere another object of same mass and radius with different shape is used in the above experiment, will it reach the bottom with the same or different velocity? അതായത് ഇതേ സ്ഫിയറിന് പകരം മറ്റേതെങ്കിലും ഇതേ മാസും ഇതേ റേഡിയസും ഉള്ള മറ്റേതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇതേ സ്പീഡിൽ തന്നെ അത് എത്തുമോ എന്നാണ്. നമ്മൾ ടെക്സ്റ്റിൽ തന്നെ നമ്മൾ അവിടെ സ്ഫിയർ, റിംഗ്, ഡിസ്ക് ഒക്കെ നമ്മൾ ഉരുട്ടി വിട്ട് നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നതാ. സെയിം മാസം സെയിം റേഡിയസ് ആയിട്ട് കാര്യമില്ല. കാരണം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഷേപ്പിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഓരോ ഷേപ്പ് മാറുന്നതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ മാസം ഒരേ റേഡിയസ് ആയാലും താഴെ എത്തുമ്പോൾ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ചേഞ്ചസ് വിത്ത് ഷേപ്പ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് വിൽ വേരി, ആ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും എന്നതാണ്. Another one is a match the following. വളരെ ഈസി ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഫോർമുലകളാണ് അവിടെ മാച്ച് ചെയ്ത് വെക്കേണ്ടത്. ടോർക്ക് കാണുന്ന ഫോർമുല r×f ആണ്. അത് 4ാമത് അവിടെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് r×p ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും r×p ചെയ്യുമ്പോൾ ആൻസർ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ മാച്ച് ചെയ്യാം നമുക്ക്, പെർപെൻഡിക്കുലർ ടു r and p. ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടോട്ടൽ ടോർക്ക് 0 ആകുമ്പോഴാണ് നമ്മൾ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ടോട്ടൽ ടോർക്ക് = 0 അവിടെ 5ാമത്തെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അടുത്ത ലീനിയർ വെലോസിറ്റി v = r ഒമേഗ ആണ്. v = r ഒമേഗ. സോ അവിടെ ω×r തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി ആൻസർ. സോ അത് 3ാമത്തെ തന്നിട്ടുണ്ട്. സോ അതെല്ലാം കൂടി മാച്ച് ചെയ്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മാർക്ക് കിട്ടും. Another question: a solid sphere of mass m and a radius r starts from rest and rolls down along the inclined plane of height h without slipping as shown in the figure. Calculate the kinetic energy of the sphere when it reaches the ground. Find the velocity when ഇതൊക്കെ നമ്മൾ ചെയ്ത അതേ പാറ്റേൺ തന്നെ. അപ്പൊ ആ സെക്ഷൻ നന്നായിട്ട് നോക്കിയിരിക്കുക. അത് വീണ്ടും ചെയ്ത് സമയം കളയുന്നില്ല. കൈനറ്റിക് എനർജി, വെലോസിറ്റി ഒക്കെ കാണുന്നത് ഓരോ വസ്തുവിന്റെയും, സ്ഫിയറിന്റെയും സിലിണ്ടറിന്റെയും ഒക്കെ നന്നായിട്ട് നോക്കിയിരിക്കുക. Another question: a girl rotates on a swivel chair as shown below. ഈ കൊച്ചു കുറെ കാലം കൊണ്ട് നമ്മുടെ ടെക്സ്റ്റിലും ക്വസ്റ്റ്യൻ പേപ്പറിലും ഒക്കെ കയറി വരുന്നുണ്ട് അല്ലെ. ചോദ്യം: what happens to her angular speed when she stretches the arm? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇങ്ങനെയുള്ള കുട്ടി കറങ്ങുന്ന കേസിൽ അല്ലെങ്കിൽ ഒരു ഡാൻസേഴ്സ് ഒക്കെ കിടന്ന് കറങ്ങുന്ന കേസിലൊക്കെ അവരുടെ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കുമ്പോൾ അവർ കൈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവരുടെ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒമേഗ തന്നെ കുറയുകയും ചെയ്യും. അപ്പൊ അവരുടെ ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്യും? കുറയും.
എന്നാൽ അവർ കൈ അടുത്തേക്ക് പിടിക്കുമ്പോൾ റേഡിയസ് കുറയുകയും ആംഗുലാർ വെലോസിറ്റി കൂടുകയും ചെയ്യും. അപ്പൊ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണ് എന്നതാണ് അവിടുത്തെ തിയറം. അപ്പൊ ആ തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ കുഞ്ഞിരുന്ന് കൈ നീട്ടുന്നതും കൈ അടുത്തേക്ക് വെക്കുന്നതും ഒക്കെ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ചോദ്യം കൈ നീട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഒമേഗ കുറയും, ആംഗുലാർ വെലോസിറ്റി കുറയും എന്നതാണ് ആൻസർ. അടുത്തത് നെയിം ദ ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇഫ് ദി എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0 then the total angular momentum will be conserved. അതാണ് തിയറം. അപ്പൊ ആ ലോയും എഴുതി തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അവിടെ മാർക്ക് കിട്ടും. Another question, state the theorem of parallel axis on the moment of inertia. Moment of inertia ബന്ധപ്പെട്ട രണ്ട് തിയറംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പാരലൽ ആക്സിസ് തിയറം, ഒന്ന് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് സപ്പോസ് there is a lamina, ഏതെങ്കിലും ഒരു ഒബ്ജക്ട് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കുന്നു. അതിന്റെ മൊമെന്റ് ഓഫ് സെന്റർ ഓഫ് മാസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണ്. ഞാൻ മറ്റൊരു പാരലൽ ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. അവിടെ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ പാസിംഗ് നമ്മുടെ സെന്റർ ഓഫ് മാസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയോടൊപ്പം ഇതിന്റെ മാസും ദെൻ ആ രണ്ട് പാരലൽ ആക്സിന്റെ ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറും കൂടി ചെയ്തിട്ട് അതിനെ ഒന്ന് ആഡ് ചെയ്തെടുത്താൽ മതി. ഇതിനെ സെന്റൻസ് ആക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ആക്സിസ് ഈസ് ഈക്വൽ ടു സം ഓഫ് moment of inertia of a parallel axis passing through the center of mass and m into r. അപ്പൊ product of mass and square of distance between the parallel axes. ഒന്നുകൂടി പറയാം. The moment of inertia about an axis passing through the lamina is equal to sum of moment of inertia of a parallel axis passing through the center of mass and ഇതെന്താ ചെയ്തിരിക്കുന്നത്? പ്രോഡക്റ്റ്. സോ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആർ എന്താണ്? സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ആക്സിസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിനെയാണ് നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത അനദർ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ കണക്ടിംഗ് ടോർക്ക് ആൻഡ് ഫോഴ്സ്. ടോർക്കിനെയും ഫോഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇതാണ് ടോർക്കിനെയും റിഫ്ലക്ഷൻ ഉണ്ട് അല്ലെ. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. അപ്പൊ ടോർക്കും ഫോഴ്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അനദർ ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിരിക്കുന്നത്, എ മീറ്റർ സ്റ്റിക്ക് ഈസ് ബാലൻസ്ഡ് അറ്റ് ഇറ്റ്സ് സെന്റർ 50 centimeter when the two coins each of mass 5 gram are put on one on the top of the other at the 12 centimeter mark. It is found to be balanced at 45 centimeter. What is the mass of the stick? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 1 meter ലെങ്ത് ഉള്ള ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 meter ലെങ്ത് ആണ്. അതിന് ആദ്യം 50 സെന്റിമീറ്ററിലായിരുന്നു നമ്മൾ ബാലൻസ് ചെയ്തിരുന്നത്. എന്നിട്ട് ഒരു 12 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ 2 കോയിൻസ് നമ്മൾ വെച്ചു. ടോട്ടൽ അപ്പൊ 10 gram. 5 gram ആണ് ഒരു കോയിൻ. അപ്പൊ 2 കോയിൻ വെക്കുമ്പോ 10 gram. അതിനെ നമ്മളിപ്പോ ബാലൻസ് ചെയ്തിരിക്കുന്നത് 12 സെന്റിമീറ്റർ എവേ ആക്കിയപ്പോ ഇതിന്റെ ബാലൻസിങ് പോയിന്റ് 50 ആയിരുന്നത് 45 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ നിന്ന് എത്ര ഷിഫ്റ്റ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നീങ്ങിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 12, 45. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് ദിസ് ലെങ്ത് എന്ന് പറയുന്നത് 45 - 12 ആണ്. ഇവിടെ മൂവ് ചെയ്ത ലെങ്ത് എത്രയെന്ന് ചോദിച്ചാൽ 50 - 45 ആണ്. അപ്പോ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45 - 12, അതായത് ഇവിടത്തെ ലെങ്ത് ഇൻറ്റു ഇവിടത്തെ മാസ് എത്ര 10 ഇസ് ഈക്വൽ ടു ഇവിടത്തെ ലെങ്ത് അത് എത്രയാ 50 - 45 ഇൻറ്റു അവിടുത്തെ മാസ് എത്രയാ? അതാണ് നമ്മുടെ സ്കെയിലിന്റെ മാസ്. അത് നമുക്ക് അറിയില്ല, അതിന് എക്സ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആണ്. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. 45 - 12 എന്ന് പറഞ്ഞാൽ 33 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 50 - 45 എന്നത് 5 ഇൻറ്റു എക്സ്. എക്സ് ആണല്ലോ കണ്ടുപിടിക്കണം. സോ എക്സ് ഇസ് ഈക്വൽ 5 താഴേക്ക് വരും. സോ 33 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5. 10ഉം 5ഉം ക്യാൻസൽ ആയി. ഇത് 2 എന്ന് കിട്ടി. 33 ഇൻറ്റു 2 66 gram എന്ന് കിട്ടി. സോ മാസ് ഓഫ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത് 66 gram എന്ന് കണ്ടുപിടിച്ചെടുക്കാൻ സാധിക്കും. അനദർ ക്വസ്റ്റ്യൻ, derive the relation connecting torque and angular momentum. ടോർക്കും ആംഗുലാർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്.
ടോർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫോഴ്സിന് തുല്യമായ ടേം ആണ്. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീനിയർ മൊമെന്റത്തിന് തുല്യമായ ടേം ആണ്. നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ തന്നെ പറയുന്നത് എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു dp/dt എന്നാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു dp/dt എന്നാണ്. അപ്പോ ഇത് റൊട്ടേഷണൽ മോഷനിൽ എങ്ങനെ വരണം? ഫോഴ്സിന് തുല്യമായ ടേം ടോർക്ക് ആണ്, ലീനിയർ മൊമെന്റത്തിന് തുല്യമായ ടേം ആംഗുലാർ മൊമെന്റം. അപ്പൊ dl/dt ഇങ്ങനെ വരണം. എങ്കിലേ സെക്കൻഡ് ലോ എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റൂ, നമുക്ക് റൊട്ടേഷണൽ മോഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ഡെറിവേഷൻ നമുക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ലീനിയർ ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു r ക്രോസ് p. ലീനിയർ മൊമെന്റ് ആംഗുലാർ മൊമെന്റം ഇസ് ഈക്വൽ ടു r ക്രോസ് p. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ dl/dt ഇസ് ഈക്വൽ ടു d/dt ഓഫ് r ക്രോസ് p. ഇത് നമുക്കറിയാം, നമ്മുടെ ഡെറിവേഷനിൽ ഇത് പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? ആദ്യം ഫസ്റ്റ് ടേം ഇൻറ്റു ആദ്യം ഫസ്റ്റത്തിന്റെ ഡെറിവേഷൻ dr/dt ഇൻറ്റു സെക്കൻഡ് ടേം ദാറ്റ് ഇസ് p പ്ലസ് അടുത്ത് ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ദി സെക്കൻഡ് ടേം dp/dt. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ചെയ്തു വെച്ചു. dr/dt എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, വെലോസിറ്റി. സോ v ഇൻറ്റു അല്ലാതെ ക്രോസ് ആണ്. p എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റം കാണുന്ന ഫോമിൽ എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി പ്ലസ് അടുത്ത് r അങ്ങനെ തന്നെ കിടക്കട്ടെ. dp/dt അല്ലയോ ഇതാ കിടക്കുന്നത്, ദാറ്റ് ഈസ് ഫോഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കൂ, വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് വെലോസിറ്റി എന്ന് വിചാരിക്കും. ഇതെന്താ? m ഇൻറ്റു വെലോസിറ്റി. കുറച്ചുകൂടി വലുതായിരിക്കും. സോ ദിസ് ഇസ് m ഇൻറ്റു വെലോസിറ്റി. സോ ഇത് രണ്ടിനെയും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഇത് രണ്ട് വെക്ടേഴ്സ് ആണല്ലോ. സോ ഇത് വെക്ടർ, ഇത് വേറൊരു വെക്ടർ, ഇത് നമ്മൾ ക്രോസ് ചെയ്യാണ്. അപ്പൊ ഇത് വെക്ടർ, ഇത് അനദർ വെക്ടർ. m ഇൻറ്റു v എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി വലിയൊരു വെക്ടർ ആയിരിക്കും. പക്ഷെ രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെയായിരിക്കും. രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കിടയിലുള്ള ആംഗിൾ എത്രയാ? തീറ്റ വിൽ ബി 0. അപ്പൊ വാട്ട് ഈസ് സൈൻ 0? സൈൻ 0 is 0. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്താൽ ആൻസർ എത്രയെന്ന് കിട്ടും? 0 എന്നേ കിട്ടത്തുള്ളൂ. കാരണം രണ്ടും ഒരേ ഡയറക്ഷൻ ഇരിക്കുമ്പോൾ ആംഗിൾ 0 ആയിരിക്കും. ക്രോസ് എന്ന് പറഞ്ഞാൽ a ക്രോസ് b എന്ന് പറഞ്ഞാൽ ab സൈൻ തീറ്റ ആണ്. അപ്പൊ സൈൻ 0 ആയതുകൊണ്ട് ഈ ടേം ഫുൾ 0 ആയി പോകും. പ്ലസ് പിന്നെ എന്താ ബാലൻസ് ഉള്ളത്? r ക്രോസ് f. വാട്ട് ഈസ് r വെക്ടർ ക്രോസ് f വെക്ടർ? അതാണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ dl/dt എന്തിന് ഈക്വൽ ആയിട്ട് മാറി? ടോർക്കിന് ഈക്വൽ ആയിട്ട് മാറി. ഇങ്ങനെയാണ് നമ്മൾ അത് ഡിറൈവ് ചെയ്യുന്നത്. ചില കുട്ടികൾ ഇപ്പൊ ഫീൽ ചെയ്യുന്നതായിരിക്കും ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്, നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതിയാകും. ഞാൻ സ്ലോ ആയിട്ട് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ അതൊന്നും രണ്ടും പ്രാവശ്യം കണ്ടുപഠിക്കുക, അറിഞ്ഞുകൂടായെങ്കിൽ. അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ടോർക്ക് എന്ന് പറയുന്നത് dl/dt എന്ന് തന്നെയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ന്യൂട്ടൺ സെക്കൻഡ് ലോ നമുക്ക് റൊട്ടേഷണൽ മോഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ തന്നെയാണ്. Another question, a ring of mass m and radius r rolls over a horizontal surface. Find the moment of inertia of the ring about its diameter. Again, ആ ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു, ഓരോന്നിന്റെയും ഷേപ്പും അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ റിംഗിന്റെ കേസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഡയമീറ്റർ ആണ് ചോദ്യം. ഒരു റിംഗിന്റെ കേസിൽ ഡയമീറ്റർ വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അത് അതിന് പെർപെൻഡിക്കുലർ ആക്സസ് വഴിയായിരുന്നെങ്കിൽ വെറും mr² എന്ന് എടുത്താൽ മതിയായിരുന്നു. Another question, in the case of this ring, show that both the translation and rotational kinetic energy have the same value. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി കാണുന്ന ഫോമിൽ എന്താ? ½ mv². റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണുന്ന ഫോമിൽ എന്താ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനായിട്ട് നമ്മൾ സാധാരണ ½ I⍵². So is equal to half into I എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² into ഒമേഗ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഒമേഗ എന്ന് പറയുന്നത് ഇവിടെ mr² തന്നെയാണ് കൈനറ്റിക് എനർജി, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് ഫോർ എ റിംഗ്. അത് ഓൾറെഡി ആ ടേബിളിലുണ്ട്. സോ ആ mr² തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തത്. ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം v is equal to r ഒമേഗ എന്നാണ്. സോ ഒമേഗ is equal to v/r എന്ന് എഴുതാം. ഈ ആറിനെ താഴേക്ക് കൊണ്ടുവരുമ്പോ അപ്പൊ ഒമേഗയുടെ സ്ഥാനത്ത് v/r the whole square എന്ന് കൊടുക്കാം. v/r the whole square. അപ്പൊ ഒമേഗയ്ക്ക് പകരം v/r എന്ന് കൊടുത്തു, the whole square കൊടുത്തു. അപ്പൊ is equal to ½ into m into r². ഇത് ക്യാപിറ്റൽ R തന്നെ കൊടുക്കാം, റേഡിയസ് തന്നെയല്ലോ. സോ into v യുടെ സ്ക്വയർ v², r ന്റെ സ്ക്വയർ r². സോ r² cancel. What is remaining? ½ mv². സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും സെയിം ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്.
അപ്പൊ ഇതുപോലുള്ള പ്രൂഫ് ബേസ്ഡ് കാൽക്കുലേഷൻസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. വളരെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ ടേബിൾ ഞാൻ പറഞ്ഞല്ലോ, ആ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എല്ലാ ഇക്വേഷൻസും നല്ലവണ്ണം പഠിച്ചൊരു പേപ്പറിനകത്ത് എഴുതി ഏതൊക്കെ ഒരു ചാപ്റ്ററിനകത്ത് വരുന്ന എല്ലാ ചാപ്റ്ററും പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓരോ ചാപ്റ്ററിലും വന്നിരിക്കുന്ന ഇക്വേഷൻസ് ഏതൊക്കെയെന്ന് ഒരു കുഞ്ഞു പേപ്പറിൽ ഒറ്റ പേപ്പറിൽ എഴുതി നിർത്താൻ ശ്രമിക്കുക. അങ്ങനെ പേപ്പറിൽ എഴുതുമ്പോൾ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് വേഗം ഓർമ്മ വരും. അങ്ങനെ വേണം ഫിസിക്സിനകത്ത് നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ഏതൊരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ടേമുകൾ എന്തൊക്കെയാണെന്ന് എടുത്തെഴുതുക. അത് എഴുതിയതിനു ശേഷം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണെന്ന് എഴുതി വെക്കുക. ഇത്രയും എഴുതുമ്പോൾ തന്നെ നമുക്ക് അത് ചെയ്യേണ്ട ഐഡിയ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. സോ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോട്ടെ. നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ.